കൂട്ടുകാരെ എല്ലാവർക്കും ആശം ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇതാ ഇന്ന് 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരെ ഇന്റഗ്രേഷൻ ഡേ 1 ഉത്കൃതം 1ാം ദിവസം പരീക്ഷയ്ക്ക് കഴിഞ്ഞിട്ടിരിക്കുകയാണല്ലേ. എല്ലാ കൂട്ടുകാരും മിടുക്കരായിട്ട് എക്സാം ഒക്കെ എഴുതിയിട്ടില്ലേ? വളരെ ഈസി ആയിട്ടുള്ള എക്സാം. ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് കുറച്ചൊരു പ്രയാസമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇനിയും നമുക്ക് എക്സാം ഒരുപാട് വരാനായിട്ടില്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസങ്ങളില് പരീക്ഷയ്ക്ക് എല്ലാം മുഴുവൻ മാർക്ക് മേടിക്കാം അല്ലേ. എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ? ഓക്കെ മക്കളെ, എങ്കിലും ടീച്ചർ നിങ്ങൾക്ക് അടുത്ത ദിവസം മുഴുവൻ മാർക്ക് മേടിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പറഞ്ഞു തരട്ടെ. കൂട്ടുകാർ പഠിക്കില്ലേ? നമുക്ക് മുഴുവൻ മാർക്ക് മേടിക്കണ്ടേ? ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാലേ. നാളത്തെ പരീക്ഷയ്ക്ക് കൂട്ടുകാർക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. എല്ലാ മക്കളും റെഡിയാണല്ലോ? ഓക്കെ മക്കളെ, അപ്പൊ നമ്മള് ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മറ്റു കൂട്ടുകാർ കൂടി എന്ത് ചെയ്യാ, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ കൂട്ടുകാർക്ക് അറിയാലോ, ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിൽ നിന്നും ഗണിതത്തിൽ നിന്നും ചോദ്യങ്ങൾ വരൂലേ. ഇന്നങ്ങനെ വന്നിട്ടില്ലായിരുന്നോ? ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നാളെ നമുക്ക് മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് മക്കൾ പഠിക്കേണ്ട കാര്യങ്ങളൊന്നും നോക്കാം കേട്ടോ ആദ്യം. അപ്പം ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കൾ എന്ത് ചെയ്യണം, പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പേരുകളൊക്കെ ഒന്ന് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കൾക്ക് ചോദ്യങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ പരീക്ഷയ്ക്ക് നമുക്ക് അത് വന്നിട്ടുണ്ടായിരുന്നു ഇല്ല അല്ലെ. അപ്പൊ ഒരു പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നാളെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദ്യങ്ങൾ വരാം കേട്ടോ. അതായത് മക്കൾക്ക് എങ്ങനെയായിരിക്കും വരിക, കുറെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ചിത്രങ്ങളോ അല്ലെങ്കിൽ പേരുകളോ തരും. എന്നിട്ട് അവയെ പഴങ്ങളെന്നും പച്ചക്കറികളെന്നും തരംതിരിച്ച് എഴുതാനായിട്ട് പറയൂ കേട്ടോ. മുന്നേ ഒരു പ്രാവശ്യം എങ്ങനെയാ ചോദിച്ചതെന്ന് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ടീച്ചർ ഒരിക്കൽ കൂടി പറയാട്ടോ. ഇവിടെ നോക്കുക കേട്ടോ. മകൾക്ക് ഇങ്ങനെയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അതായത് 2 കൂടകൾ വെച്ചു കേട്ടോ. ഇതൊരു കൂട, വീണ്ടും ഒരു കൂട കേട്ടോ. ഇതേതാണ്, പഴങ്ങളുടെ കൂടെയാണ് കേട്ടോ. പഴങ്ങൾ, ഇത് പച്ചക്കറിയുടെ കൂടെയാണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു, മക്കൾക്ക് മുകളിൽ ഒരുപാട് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ചിത്രങ്ങൾ തന്നു. എന്നിട്ട് യോജിച്ച കൂടയിലോട്ട് വരച്ചു ചേർക്കാനായിരുന്നു നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നോക്കിക്കേ മക്കളെ, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പഴങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞേ. എല്ലാവരും ഒന്ന് ചുറ്റി പറഞ്ഞേ. ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, പിന്നെയോ എല്ലാവരും ചുറ്റി പറഞ്ഞേ. മക്കൾ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് പഴങ്ങളുടെ പേരുകളൊക്കെ ഒരുപാട് പഠിച്ചിട്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പൊ ആ പഴങ്ങളുടെ പേരുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ പറയാ കേട്ടോ. ഓക്കെ, പിന്നെ ഏതെങ്കിലും 2 കൂടി പറഞ്ഞേ. പേരയ്ക്ക, പിന്നെയോ നമ്മുടെ ചക്ക അല്ലെ. ഇതൊക്കെ എന്താണ്, പഴങ്ങളില് പെടുന്നതാണ് അല്ലെ. ഓക്കെ, ഇനി മക്കൾക്ക് അറിയാവുന്ന പച്ചക്കറികളുടെ പേരുകളൊന്ന് പറഞ്ഞേടാ. വെണ്ട, തക്കാളി, ഉരുളക്കിഴങ്ങ്, പിന്നെയോ പാവയ്ക്ക, വഴുതന അല്ലെ. ഇതെല്ലാം എന്താണ്, പച്ചക്കറികളാണ് അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പേരുകളൊക്കെ നോക്കിയിട്ട് പോവാട്ടോ. അതോടൊപ്പം തന്നെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിത്രങ്ങളായിരിക്കും തരിക. അപ്പൊ ചിത്രങ്ങൾ കാണുകയാണെങ്കിൽ ഏതാണ് ആ പഴം അല്ലെങ്കിൽ ഏതാണ് ആ പച്ചക്കറി എന്ന് തിരിച്ചറിഞ്ഞ് മക്കൾ പറയാനായിട്ട് ഒന്ന് നോക്കിയിട്ട് പോവാട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ പഴങ്ങളും പച്ചക്കറികളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇത്തരത്തിലൊരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. മക്കള് ആ ഭാഗം ഒന്ന് നോക്കിയിട്ട് പോവാ. പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പലഹാരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മൾ ഒരുപാട് പലഹാരങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആവിയിൽ വേവിക്കുന്ന പലഹാരങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ചുട്ടെടുക്കുന്ന പലഹാരങ്ങൾ ഏതൊക്കെയാണ്, വറുത്തെടുക്കുന്ന പലഹാരങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ നമ്മൾ വേവിക്കാതെ കഴിക്കുന്ന പലഹാരങ്ങൾ ഏതൊക്കെയാന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പം ആ കാര്യം എന്ത് ചെയ്യാം, മക്കൾ ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് പോവാട്ടോ. ആവിയിൽ വേവിച്ചെടുക്കുന്നത് ഏതൊക്കെയാണ് മക്കളെ? ആവിയിൽ ഇഡലി ഉണ്ട്, പിന്നെയോ നോർത്ത് നോക്കി പറഞ്ഞേ, നമ്മുടെ കൊഴുക്കട്ട എന്താണ്, ആവിയിൽ വേവിക്കുന്നതാണ് അല്ലെ. ഓക്കെ മക്കളെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചുട്ടെടുക്കുന്നത് ഏതൊക്കെയാണ്? ചപ്പാത്തി, പത്തിരി, ഇതൊക്കെ എന്താണ്, നമ്മള് ചുട്ടെടുക്കുന്നതാണ് അല്ലെ. പിന്നെ അതുപോലെ നമ്മൾ പാകം ചെയ്യാതെ കഴിക്കുന്ന ഒരുപാട് ആഹാര സാധനങ്ങൾ ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? നമ്മള് ഫ്രൂട്ട്സ് ഐറ്റം ഒക്കെ എന്താണ്, വേവിക്കാതെയാണ് നമ്മൾ കഴിക്കുന്നത് അല്ലെ. പിന്നെയോ മോര്, തൈര് പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വേവിക്കാതെയാണ് കഴിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ ഒന്ന് മക്കള് ഓർത്തിരിക്കുക കേട്ടോ. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ടീച്ചർ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വറുത്തെടുത്ത് കഴിക്കുന്ന പലഹാരങ്ങളുണ്ട് അല്ലെ. കൂട്ടുകാർക്ക് ഒത്തിരി ഇഷ്ടമുള്ളത് നമ്മളെ പഴംപൊരി, അതുപോലെ തന്നെ ഉഴുന്നുവട, ഉള്ളിവട പോലുള്ള പലഹാരങ്ങളൊക്കെ അല്ലേ. അപ്പൊ അവയുടെ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ മക്കള് ആഹാരവുമായി ബന്ധപ്പെടുത്തി പഠിക്കണം മറ്റൊരു കാര്യമാണ് ഏതൊക്കെയാണ് മധുരമുള്ളവ, അതുപോലെ തന്നെ പുളിയുള്ളവ, കയ്പ് രുചിയുള്ളവ.
ഇത് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ചിലപ്പോൾ നമുക്ക് നാളെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ വരാം കേട്ടോ. അപ്പൊ നോക്കിക്കേ മക്കളെ, മധുരമുള്ള ഏതെങ്കിലും 2 പലഹാരത്തിന്റെ പേര് പറഞ്ഞേടാ. ഏതാണ്? എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ ലഡു അല്ലെ, എന്താണ്? മധുരമാണ്. അതുപോലെ തന്നെ ജിലേബി എന്താണ്? മധുരമാണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ പുളിയുള്ള ഏതിന്റെങ്കിലും ഒന്ന് പേര് പറഞ്ഞേടാ. പുളിയുള്ളത് ഏതിനാണ്? ഒന്ന് പറഞ്ഞേ. നമുക്ക് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിരിക്കില്ലേ, മോരൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ. മോരിന് ഏത് രുചിയാണ് മക്കളെ? പുളി രുചിയാണ് അല്ലെ. ഓക്കെ, എങ്കിൽ കയ്പുള്ള ഏതെങ്കിലും ഒരു ആഹാര സാധനം പറഞ്ഞേ. കയ്പ് എന്ന് പറഞ്ഞു നോക്കിക്കേ. നമ്മുടെ കഷായത്തിന് എന്ത് രുചിയാണ് മക്കളെ? കയ്പ് രുചിയുണ്ട് അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. മധുരം രുചിയുള്ളവ, അതുപോലെ തന്നെ പുളി രുചിയുള്ളവ, കയ്പ് രുചിയുള്ള ആഹാര സാധനങ്ങളുടെ പേരുകളൊന്ന് നോക്കി വെക്കുക. ചിലപ്പോൾ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജീവികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ വരാം കേട്ടോ. നമ്മുടെ മുന്നേ പറഞ്ഞിട്ടില്ലായിരുന്നോ, കരയിൽ ജീവിക്കുന്ന ജീവികൾ അതുപോലെ തന്നെ വെള്ളത്തിലുള്ള കൂട്ടുകാരൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നോ? എങ്ങനെയായിരുന്നു ടീച്ചർ ആ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുള്ള ഇതുപോലെ ഒരു കുളത്തിന്റെ ചിത്രം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുളത്തിന്റെ ചിത്രം തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിന് ചുറ്റും എന്ത് ചെയ്തു, ഒരുപാട് ജീവികളുടെ പേര് എഴുതി. ടീച്ചർ ഒരു 3-4 എണ്ണത്തിന്റെ എഴുതാം കേട്ടോ. നോക്കിക്കേ മക്കളെ. അണ്ണാൻ, ആന, മീൻ, ആമ. എന്നിട്ട് കൂട്ടുകാരടുത്ത് പറഞ്ഞത് ഇതായിരുന്നു, നമ്മുടെ വെള്ളത്തിലുള്ള കൂട്ടുകാരെ കണ്ടെത്തിയിട്ട് അവയെ കുളത്തിലോട്ട് വരച്ചു ചേർക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ തരാണെങ്കിൽ മക്കൾക്ക് ആരൊക്കെ ഈ ഒരു കുളത്തിലേക്ക് വരയ്ക്കാം? അണ്ണാനെ വരയ്ക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. ആനയെ വരയ്ക്കാൻ പാടുണ്ടോ? ഇല്ല. മീനിന് നമുക്ക് എങ്ങോട്ട് വരയ്ക്കാം? കുളത്തിലോട്ട് വരയ്ക്കാം. അതുപോലെ ആമയെ നമുക്ക് എന്ത് ചെയ്യാം? കുളത്തിലോട്ട് വരയ്ക്കാം. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ആ ജീവികളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. കരയിൽ താമസിക്കുന്നവർ അതുപോലെ തന്നെ വെള്ളത്തിൽ താമസിക്കുന്നവർ ആരൊക്കെയാന്നുള്ള കാര്യങ്ങളൊക്കെ മക്കള് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ മക്കള് നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ ഏതൊക്കെയാന്നുള്ളത്. അടുക്കളയിലെ ഉപകരണങ്ങൾ, അതുപോലെ നമ്മുടെ സ്വീകരണ മുറിയിലെ ഉപകരണങ്ങൾ, പിന്നെ നമ്മുടെ കിടപ്പ് മുറിയിലെ ഉപകരണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളിലെ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. മുന്നേ ഒരു പ്രാവശ്യം നമുക്ക് എങ്ങനെയായിരുന്നു ചോദിച്ചിട്ടെന്ന് വെച്ചാല് ഒരുപാട് ഉപകരണങ്ങളുടെ ചിത്രങ്ങൾ തന്നു. എന്നിട്ട് അതിൽ അടുക്കളയിലുള്ള ഉപകരണങ്ങൾ മാത്രം കണ്ടെത്തി വട്ടത്തിനുള്ളിലൊക്കെ ആക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഏതൊക്കെ ഉപകരണങ്ങളാണ് നമ്മൾ അടുക്കളയിലും സ്വീകരണ മുറിയിലും കിടപ്പുമുറിയിലും ഊണുമുറിയിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. ഉപകരണങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചിലപ്പം ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യുക, നാളത്തെ എക്സാമിന് മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ മക്കൾ പഠിക്കേണ്ടത് ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഗണിതത്തില് ടീച്ചർ മുന്നേ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, രൂപങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന നമ്മൾ 3 രൂപങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതാ ഇതുപോലെ ഒന്ന്, ഇത്, അതുപോലെ തന്നെ ഇത് അല്ലെ. ഇത്തരത്തിൽ 3 രൂപങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നോ? എന്ന് ടീച്ചർ അന്ന് ഒരു വീടിന്റെ ഒക്കെ ചിത്രം വരച്ച് കാണിച്ചിട്ടില്ലായിരുന്നോ മക്കളെ? ഓർമ്മയുണ്ടോ? ഇനി ഏതെങ്കിലും വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇതുപോലെ ഒരു വീടിന്റെ ചിത്രം തന്നു. അപ്പൊ നോക്കിക്കേ, ഈ 3 രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിത്രമാണല്ലേ നമുക്കിവിടെ. എന്നിട്ട് മക്കളെടുത്ത് പറയാ, ഇതിൽ ഓരോ രൂപങ്ങളും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് എണ്ണി എഴുതാനായിട്ട് മക്കളെടുത്ത് പറയൂ കേട്ടോ. അപ്പൊ നോക്കിക്കേ മക്കളെ, ഈ ഒരു രൂപം എത്ര എണ്ണാണ് ഇവിടെ തന്നിട്ടുള്ളത്? ആകെ 1 തന്നിട്ടുള്ളൂ അല്ലെ. ഇനി ഈ രൂപം നോക്കിക്കേ, എത്ര എണ്ണാണ് മക്കളെ ഉള്ളത്? അതും ഇവിടെ നമുക്ക് ചിത്രത്തിൽ ആകെ 1 ഉള്ളൂ. ഇനി നോക്കിക്കേ, ഈ ഒരു രൂപം എത്രയുണ്ട് മക്കളെ? ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 കൂടി ഉണ്ട് അല്ലെ. അപ്പൊ ആകെ എത്രയുണ്ട്? 2. അപ്പൊ ഇത്തരത്തിലുള്ള കുഞ്ഞു ചിത്രം ഒന്നല്ല തരാ, നിങ്ങൾക്ക് എന്ത് തരും? കുറച്ചുകൂടി വലിയ ചിത്രമൊക്കെ തരും കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു രൂപങ്ങളൊക്കെ കുറെ അധികം എണ്ണം ഉള്ള ചിത്രങ്ങളൊക്കെ ആയിരിക്കും മക്കൾക്ക് തരിക കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം ഓർത്ത് വെക്കുക. ഓരോ രൂപങ്ങളും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എണ്ണി എഴുതാനായിട്ട് നോക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ കൂട്ടുകാരെടുത്ത് പറയും, ഈ ഓരോ രൂപത്തിനും നിറം നൽകാനായിട്ട് പറയും. അപ്പൊ ഈ ഒരു രൂപത്തിന് മഞ്ഞ നിറം നൽകാനായിട്ട് പറയുകയാണെങ്കിൽ ചിത്രത്തിൽ ആ രൂപം എവിടെയൊക്കെയാണോ മക്കൾ കാണുന്നത് അതിനെല്ലാം എന്ത് ചെയ്യണം, മഞ്ഞ നിറം നൽകണം. ഇനി അടുത്തത് ഈ ഒരു രൂപം അല്ലെ, ഇതിന് ചുവപ്പ് നിറം നൽകാനാണ് മക്കളെടുത്ത് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യണം, ഈ ഒരു ചിത്രത്തിൽ കാണുന്ന എല്ലാ ഇത്തരത്തിലുള്ള രൂപങ്ങൾക്കും ആ ഒരു നിറം വേണം നൽകാനായിട്ട്. അങ്ങനെ മക്കൾക്ക് ഈ രൂപങ്ങളും ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യം ഗണിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ, അതിനൊന്ന് തയ്യാറായിട്ട് പോവാ. അതുപോലെ തന്നെ ടീച്ചർ മുന്നേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ചിത്രങ്ങൾ തരികയാണെങ്കിൽ അതിൽ നീളം കൂടിയത് ഏതാണ്, നീളം കുറഞ്ഞത് ഏതാണ്, ഭാരം കൂടുതൽ ഏതിനാണ്, ഭാരം കുറഞ്ഞത് ഏതിനാന്നുള്ളതൊക്കെ കണ്ടെത്താനായിട്ട് പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എല്ലാ കൂട്ടുകാർക്കും അറിയാം അല്ലെ. 2 ചിത്രം തരികയാണെങ്കിൽ അതിൽ ഏതിനാണ് നീളം കൂടുതൽ, ഏതിനാണ് നീളം കുറവ് എന്ന് പറയാനായിട്ട് മക്കൾക്ക് അറിയില്ലേ? ഇവിടെ നോക്കിക്കേടാ,
ടീച്ചർ ഇവിടെ ഒരു പേന വരച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഒരു പേനയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റും ഉണ്ട് കേട്ടോ. ഒരു പേനയുണ്ട്, അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് മിഠായിയുണ്ട്. അപ്പൊ ടീച്ചർ ചോദിക്കുകയാണ്, ഈ പേനയ്ക്കാണോ അല്ലെങ്കിൽ ചോക്ലേറ്റ് മിഠായി അല്ലെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള ചിത്രത്തിൽ ഏതിനാണ് ഏറ്റവും നീളം കൂടുതൽ ഉള്ളതിനെ കണ്ടെത്തി വട്ടത്തിനുള്ളിലാക്കാനായിട്ട് പറയാണ്. അപ്പൊ നമുക്ക് ഏതിനെ വട്ടത്തിനുള്ളിലാക്കാം? നമ്മുടെ പേനയെ വട്ടത്തിനുള്ളിലാക്കാം അല്ലെ. കാര്യം ഈ ഒരു ചോക്ലേറ്റും അതുപോലെ തന്നെ പേനയും വെച്ച് നോക്കുമ്പോൾ ഏതാണ് മക്കളെ നീളം കൂടിയത്? നമ്മുടെ പേനയ്ക്കാണ് നീളം കൂടുതൽ അല്ലേ. ഇനിയിപ്പോ നമ്മൾ ചോദിക്കുകയാണ്, തന്നിട്ടുള്ള ചിത്രത്തിൽ ഏറ്റവും കുറവ് നീളം ഏതിനാണ്? കണ്ടെത്തി വട്ടത്തിനുള്ളിലാക്കാനോ അല്ലെങ്കിൽ അതിന് ടിക്ക് മാർക്ക് ഇടാനോ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഏതാണ് മക്കളെ? നമ്മുടെ ചോക്ലേറ്റിനാണ് നീളം കുറവുള്ളത്. ഓക്കെ മക്കളെ, മനസ്സിലായോ? അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ മക്കള് നിങ്ങളുടെ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എല്ലാ മക്കളും നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.